ആന്റി പേടിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കുക ആന്റി. ആ, ആന്റിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ രജനി ചേച്ചിയെ ഇങ്ങനെ നിർത്തിയാ മതിയോ? പറഞ്ഞേക്കണ്ടേ? നല്ലൊരു കക്ഷി എന്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ പുള്ളിക്കാരന്റെ മനസ്സില് വേറൊരാളാ. ആ ആളിനെ മാറ്റിയിട്ടേ രജനി ചേച്ചി അങ്ങോട്ട് കയറ്റിയാലോ? മീരയുടെ ജോലിയിൽ ശ്രദ്ധിക്ക്. രജനിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ആന്റി ഒരേ ചൂട്. ഹലോ, ആരാ ഇത്? വാ വാ. ഇത് തീരെ ശരിയായില്ല കേട്ടോ. നമ്മളെ ഒരുമാതിരി പറ്റിക്കുന്ന പോലെ ആയിപ്പോയി. ഇങ്ങനെ വാലും തലയില്ലാതെ പറഞ്ഞ മനസ്സിലാക്കുന്ന എങ്ങനെയാ? സംഭവം എന്താ കുട്ടി? അതെ, ഈ ഗിരീഷേട്ടന്റെ കസിൻ ബ്രദർ അല്ലേ പ്രാഞ്ചി? ആ, പ്രാഞ്ചി. ആളൊരു വലിയ VIP ആണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? നാണക്കേട്. ഗിരീഷ് മാഷിന്റെ വീട്ടിലെ എനിക്ക് വലിയ അധികാരമാണ്, ഞാൻ അറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കില്ലെന്നൊക്കെ കൊറേ തള്ളി മറിച്ചതാ. എന്നിട്ടിപ്പതേ ആ ദേവികയുടെ മുന്നില് ഞാൻ അങ്ങ് ചമ്മി. ഇയാളെ കാര്യം പറയടോ. പ്രാഞ്ചി ബുക്കും കൊണ്ട് വന്നപ്പോഴേ ഞാൻ വീട്ടിലില്ലായിരുന്നു. വീട്ടിലെത്തിയപ്പോഴാ അറിഞ്ഞത് പുസ്തകം കൊണ്ട് പ്രാഞ്ചി വന്നിരുന്നു. പ്രാഞ്ചി വലിയൊരു VIP ആണ്, ഇഷ്ടം പോലെ ആരാധകരുണ്ടെന്നൊക്കെ. ഏത് VIP ആണെന്ന് ചോദിച്ചപ്പോ ദേവികയോട്ട് പറഞ്ഞതുമില്ല. എന്നാ ഞാൻ തന്നെ ചെന്ന് കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞിട്ടാ വന്നേ. എന്തായാലും പ്രാഞ്ചി ആരാന്നുള്ളത് മറച്ചു വെച്ചത് മോശമായിപ്പോയി. അതാണോ കാര്യം? ആ, എന്നെ സംബന്ധിച്ചേ ഇതൊരു വലിയ കാര്യം. ചില വിഷമങ്ങളിൽപ്പെട്ട് അവനൊന്ന് ഒതുങ്ങിക്കൂടിയതാ. ഇവിടെ വരുന്നവരോട് അവനെ കുറിച്ച് ഒന്നും പറയണ്ടെന്നാ അവന്റെ നിർബന്ധം. അവന്റെ ഫീൽഡില് കുറെ വിഷമങ്ങളൊക്കെ ഉണ്ടായി. ഓ, അതാണോ? അല്ല, ഫീൽഡില് വിഷമം ഉണ്ടായിന്ന് പറയുമ്പോ ഏത് ഫീൽഡിലാ? അത് വീട്ടിൽ നിന്ന് അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഞാൻ നേരിട്ട് ചെന്ന് കണ്ടോളാന്ന് പറഞ്ഞാ ദേ ഇങ്ങോട്ട് വന്നേക്കുന്നെ. ആ, എന്നാ പിന്നെ നേരിട്ട് കണ്ടോ. അവനകത്തുണ്ട്, ചെല്ലേ. ശരി, ഞാൻ ഇന്നൊന്ന് നേരിട്ടൊന്ന് കാണട്ടെ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അത് തീർത്തിട്ടങ്ങ് വരാവേ. ആ, കേറി ചെല്ലുമ്പോഴേ വലതുവശത്ത് അവന്റെ മുറി. ആ ശരി. ചിന്തയിലൊന്ന് ഞെട്ടും. പ്രാഞ്ചി പേടിച്ചില്ലേ?
നിന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എനിക്കറിയാമായിരുന്നു നീ എന്നെ തിരഞ്ഞെത്തുമെന്ന്. പ്രാഞ്ചി. യെസ്, പ്രാഞ്ചി അഥവാ പ്രകാശ് മേനോൻ. വിധിയില്ലേ എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വിശ്വസിക്കാതെ തരയില്ലെന്നായി. ആലോചിച്ച് നോക്ക്, എന്നെ കുത്തിയതിനു ശേഷം നീ ആത്മഹത്യക്ക് ശ്രമിച്ചു. നീ ചോര ഒലിപ്പിച്ച് കിടന്ന സ്ഥലത്തേക്ക് എത്തിയതാരാ? ഗിരീഷേട്ടൻ. ആ അല്ലല്ല, ഗിരീഷേട്ടൻ അവിടെ എത്തിയതല്ല, വിധി അവിടെ എത്തിച്ചതാ. കാരണം നീ ഗിരീഷേട്ടനെ പരിചയപ്പെടുമെന്നും ഗിരീഷേട്ടന്റെ വീട്ടിലെത്തണമെന്നും അവിടെ വെച്ച് എന്നെ വീണ്ടും കാണണമെന്നും വിധി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, നീയേ എനിക്കുള്ളതാ. എത്രയൊക്കെ അകലം ശ്രമിച്ചാലും മരിച്ചിട്ടാണെങ്കിലും രക്ഷപ്പെട്ടു പോകാമെന്ന് നീ തീരുമാനിച്ചാലും വിധി നിന്നെ വിടില്ല. നിന്നെ എന്റെ മുമ്പിൽ തന്നെ കൊണ്ടിടും. നീ അന്ന് കുത്തിയതിന്റെ പാടുകൾ എന്റെ ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു. പക്ഷെ ഉണങ്ങാത്ത ചില മുറിവുകൾ എന്റെ ഉള്ളിൽ വീണിട്ടുണ്ട്. ആ മുറിവുകൾ ഞാൻ ഉണങ്ങിപ്പോകാതെ നിലനിർത്തിയിരിക്കുക. എന്റെ പ്രതികാരത്തിനൊരു ഊർജമുണ്ട്. അയ്യോ, പ്രതികാരം എന്ന് പറയുമ്പോഴേ നീ ചെയ്ത പോലെ തിരിച്ചു കുത്താനും കൊല്ലാനൊന്നും അല്ല. മറ്റാർക്കും വിട്ടുകൊടുക്കാതെ നിന്നെ എന്റേതാണ്. ഞാൻ വരയ്ക്കുന്ന കള്ളിക്കകത്ത് ആജീവനാന്തം നിന്നെ ഞാൻ തളച്ചിടും. അതാണ് എന്റെ പ്രതികാരം. എന്നെ സ്വന്തമാക്കാനല്ല, എന്നെ ഒന്ന് തൊടണമെങ്കിൽ പോലും നീ രണ്ടാമതൊന്ന് ജനിക്കണം. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? വിധി നിന്റെ കൂടെയാണെന്നോ? അല്ല, വിധി എന്റെ കൂടെയാ. നീ ഒന്നും മരിച്ചില്ലല്ലോ. നിന്നെ കൊല്ലാൻ വേണ്ടിയാ ഗിരീഷേട്ടൻ എന്നെ രക്ഷിച്ചത്. ഇങ്ങനെ നിന്റെ മുന്നിൽ എത്തിച്ചത്. ഈ ചാപ്റ്റർ ഞാൻ അന്നേ അടച്ചു വെച്ചതാ. പക്ഷേ നീ എന്നെ അതിന് അനുവദിക്കുന്നില്ല. എന്നെ മറക്കാൻ നിനക്ക് പറ്റുമോ മോളെ? ഇല്ലടാ, മറക്കാനേ പറ്റില്ല. അതുകൊണ്ടാ തീർക്കാൻ തീരുമാനിച്ചത്. ഇവിടം കൊണ്ട് നീ നിർത്തിക്കോ. ഇനി എന്റെ വഴിയിൽ നീ വരരുത്. പെട്ടെന്നങ്ങ് പോവാതെ, എനിക്ക് ഇനിയും പറയാനുണ്ട്. കൈയെടുക്കടാ, കൈയെടുക്കാൻ. മോളെ, മീരമോളെ, മോളെ, മീര. മീരമോളെ, VIP കണ്ടോ? എടാ പ്രാഞ്ചി, നിന്നെ നേരത്തെ പരിചയപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞ് മീര എന്നോട് പരിഭവം കാണിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയൊരു സർപ്രൈസ് ഇടുന്നത് സുഖമുള്ള കാര്യമല്ലേ അപ്പച്ചി? അല്ലേ മീരേ? കേട്ടോ അപ്പച്ചി, എന്നെ കണ്ടതും മീരൊരു ഞെട്ടങ്ങ് ഞെട്ടി, കിടുങ്ങി വിറച്ചു. പിന്നെ നിന്നെ കണ്ട് കിടുങ്ങി വിറച്ചു. നീ ഒരു സാധാരണ നടൻ. കിടുങ്ങാനും വിറയ്ക്കാനും മാത്രമുള്ളതൊന്നും നിന്റെ കയ്യിലില്ല. അപ്പൊ ചെന്ന് മീരോട് ചോദിച്ചു നോക്കിയേ, എന്നെ കണ്ട് ഞെട്ടിയോന്ന്, വിറച്ചോന്ന്. അപ്പച്ചി, മീര എന്റെ വലിയ ഫാനാണത്രേ. ഞാൻ അഭിനയിച്ച സകല സീരിയലുകളും കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ടെന്ന്. ആണോ മോളെ? സത്യമാണോ?
പ്രാഞ്ചിയുടെ സീരിയലെല്ലാം നീ കണ്ടിട്ടുണ്ടോ? അതോ ഇവൻ വെറുതെ പുളു പിടിച്ചു വിടുന്നതാണോ? സീരിയല് കണ്ടിട്ടുണ്ട്. അതിലേറ്റവും ഇഷ്ടപ്പെട്ട റോള് നായിക അവസാനം കുത്തിക്കൊല്ലുന്ന കഥാപാത്രത്തിന്റെയാ. ആ സീരിയൽ കൊള്ളായിരുന്നു. അത് ഞാനും കണ്ടിട്ടുണ്ട്. ആ കഥാപാത്രമായി അതിൽ ജീവിക്കായിരുന്നു ഇദ്ദേഹം. യഥാർത്ഥ ജീവിതത്തിലും എന്തോ അപകടം പറ്റിയെന്നൊക്കെ വാർത്തയിൽ അറിഞ്ഞു. ഒന്ന് സൂക്ഷിച്ചോണം താൻ. അപകടങ്ങളുടെ ഒരു കാലവാ. ഞാൻ ഇറങ്ങും അമ്മ. മോളെ, ഗിരി ഇപ്പൊ വരും. പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. മോളെ മോളെ ചായ കുടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. ആ കുട്ടിക്ക് എന്തു പറ്റിയടാ? പറഞ്ഞില്ലേ, എന്നെ കണ്ട് പേടിച്ചതാ. മോളെ, മീരെ, മോളെ. മോളെ, മോളെ, മോളെ. എവിടെയെങ്കിലും ചെന്നിടിച്ചൊക്കെ അങ്ങ് അവസാനിച്ചാൽ മതിയായിരുന്നു. എതിരെ വരുന്ന ഏതെങ്കിലും വാഹനം വന്ന് ഇടിച്ചു കയറിയിരുന്നെങ്കിൽ. നിക്ക്. മീര എവിടെ പോയതാ? പുറത്തേക്ക് പോയതാ ആന്റി. പുറത്തേക്ക് പോയതാണെന്ന് എനിക്കും അറിയാം. എവിടെ പോയതാണെന്നാ ചോദിച്ചത്. ആന്റി എന്തിനാ തൊട്ടതിനും പിടിച്ചതിനൊക്കെ എന്നോട് ചൂടാവുന്നേ? എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക് ആന്റി. നിന്റെ പാട്ടിന് എങ്ങോട്ടെങ്കിലും പോവാനല്ലേ ഞാൻ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം നടക്കാൻ പോകുന്നില്ല ആന്റി. ആന്റി പറഞ്ഞില്ലേ വിവാഹ വാർഷികത്തിന് നന്ദന്റെ മീരയുടെ എൻഗേജ്മെന്റ് ആണെന്ന്. അതും നടക്കാൻ പോകുന്നില്ല. എന്താടി പറഞ്ഞത്? നടക്കാൻ പോകുന്നില്ലാന്ന്. ആന്റി ചോദിച്ചില്ലേ മീര എങ്ങോട്ടാ പോയെന്ന്? മീര വളരെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പോയതാ. പ്രധാനപ്പെട്ട ഒരാളോ? അതേതാ അങ്ങനെ ഒരാള്? അങ്ങനെ ഒരാളുണ്ട്. മീര തിരിച്ചു വരുമ്പോഴേ ചോദിച്ചാ മതി, പറയും. ഇപ്പൊ ആന്റിക്ക് മനസ്സിലായല്ലോ ഇല്ലേ? മീരയെ സംബന്ധിച്ച് ആന്റിക്ക് അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാന്ന്. മീര ഏത് പ്രധാനപ്പെട്ട ആളെയായിരിക്കും കാണാൻ പോയത്? ഇവരെ സംബന്ധിച്ച് ഗിരീഷ് പ്രധാനപ്പെട്ട ഒരാള്. അവനെ കാണാനാണോ പോയത്? രജനിയോട് അടുപ്പുണ്ടാക്കാനാണോ അവൻ മീരയുടെ രക്ഷകനായിട്ട് വന്നേക്കുന്നത്?
മീര ഫോൺ എടുക്കുന്നില്ല. വണ്ടി ഓടിക്കുകയായിരിക്കും. വീട്ടിലെത്തിക്കാണില്ല, അതാ ഫോൺ എടുക്കാത്തെ. എന്നോട് വളരെ സന്തോഷത്തോടെയൊക്കെ സംസാരിച്ചേ. ആ, നേരത്തെ പരിചയപ്പെടാൻ പറ്റത്തില്ല, വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞു. ആ, വലിയ കാശുകാരിയുടെ ജാടയൊന്നുമില്ലായിരുന്നു. പ്രാഞ്ചിയുടെ സീരിയലിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ പെട്ടെന്ന് മുഖം അങ്ങ് മാറി, പെട്ടെന്ന് പോവുകയും ചെയ്തു. കറക്റ്റ്, ഞാനും അത് ശ്രദ്ധിച്ചു. എനിക്ക് തോന്നുന്നത് വീട്ടിലെ കാര്യം എന്തെങ്കിലും ആലോചിച്ചു കാണും. നന്ദനുമായിട്ട് ചിലപ്പോ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവോ? ഏയ്, അങ്ങനെയാണെങ്കിൽ മീര ഇത്ര സന്തോഷത്തോടെ ഇവിടേക്ക് വരില്ലായിരുന്നു. മാത്രമല്ല ആദ്യം തന്നെ എന്നെ വിളിക്കുമായിരുന്നു. ഇതിപ്പോ പുസ്തകം കിട്ടിയിട്ടും പറയാതെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അതാ എനിക്ക് ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടാത്തത്. ഇപ്പൊ വന്നത് പ്രാഞ്ചി പരിചയപ്പെടാനാ. അതെന്നോട് പറയുകയും ചെയ്തു. എന്തായാലും വളരെ ജെന്റിലായൊരു കുട്ടിയാ, പാവോ. ശ്ശോ, ഈ കുട്ടിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് ആലോചിക്കുമ്പോ വിഷമം തോന്നുന്നു. പ്രാഞ്ചി, സത്യം പറ, നീ മീരയോട് മോശമായിട്ട് വല്ലതും പറഞ്ഞോ? ഞാനെന്ത് പറയാ? അല്ല, നിന്റെ സ്വഭാവ ഗുണം കൊണ്ട് ചോദിച്ചതാ. അങ്ങനെ വല്ലതും ആണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞോളാം. കേട്ടോ അപ്പച്ചി, എന്ത് കാര്യത്തിന് എന്നെ കുറ്റം പറയുക? ഞാനിവിടുത്തെ ആരും അല്ലല്ലോ, അല്ലേ? എന്താടാ ഗിരി, അവൻ ആ കുട്ടിയോട് എന്ത് പറയാനാ? അല്ല അമ്മേ, വെറുതെ ചോദിച്ചതാ. ഈ സീരിയൽ നടനാന്നുള്ള വല്ല ജാളയും കാണിച്ചാൽ മതിയല്ലോ. നോക്കാം. അമ്മ ഒരു കോഫി എടുക്കാമോ? ഹലോ ദേവി. മീര വിളിച്ചിരുന്നു നന്ദു. ഇല്ലല്ലോ. എന്താ ദേവി? മീര ഗിരീഷേട്ടന്റെ വീട്ടിൽ പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല. വരേണ്ട സമയം കഴിഞ്ഞു. അമ്മ ആകെ പേടിച്ചിരിക്കുക. മീര കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, ഇങ്ങ് എത്തിക്കോളും. അമ്മയോടൊന്ന് സമാധാനായിട്ടിരിക്കാൻ പറ. എങ്ങനെ? അമ്മയോട് ഞാൻ സമാധാനായിട്ടിരിക്കാൻ പറയണോ അല്ലേ? നന്നായി. എന്നെ കാണുമ്പോഴാ ആന്റിക്ക് കൂടുതൽ സമാധാനക്കേട്. ശരി ശരി, ഏതായാലും അമ്മ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞേക്ക്, അവൾ എത്തിക്കോളൂന്ന്. അതിരിക്കട്ടെ, അവൾ തന്നെ പെട്ടെന്ന് ഗിരിയേട്ടന്റെ വീട്ടിൽ പോയെ? ആ പ്രാഞ്ചിയെ കാണാൻ പോയതാ. പ്രാഞ്ചിയെ കാണാനോ? ആ, അത് കുറെ പറയാനുണ്ട്. നന്ദു വരുമ്പോ ഞാൻ വിശദമായിട്ട് പറയാം. ആ മീര പെട്ടെന്നൊന്ന് വന്നാ മതിയായിരുന്നു. അവള് വരുന്നേ. ചിലപ്പോ ഫ്രണ്ട്സിനൊപ്പം സിനിമയ്ക്ക് മറ്റോ പോയതായിരിക്കും. കുറച്ച് കഴിയട്ടെ, ഞാനൊന്ന് ഗിരിയേട്ടനെ വിളിച്ചു നോക്കാം. ശരി നന്ദു.